പരിശുദ്ധൻ മഹോന്നത യേശു, പരമെങ്ങും വിളങ്ങും യേശു. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത യേശു, പരമെങ്ങും വിളങ്ങും യേശു. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. യേശു അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം. ഉന്നതനേശു നീതിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. യേശു അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം. ഉന്നതനേശു നീതിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സുദിനത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവവചന ധ്യാനത്തിനായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം Our hearts are the temples of God. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ആലയം ആകണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം. John's Gospel chapter 2 verse 16. And Jesus told those who sold the pigeons, take these things away. Do not make my father's house a house of trade. ഇതിവിടെ നിന്നും കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത്. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഇടയങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ആലയം ആകണം. നമ്മുടെ പ്രാർത്ഥനാലയങ്ങൾ ദൈവം വസിക്കുന്ന ഇടമായി സൂക്ഷിക്കുവാൻ നാം വളരെയേറെ ശ്രദ്ധിക്കണം. ലൗകികമായ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ഇടം നൽകാതെ ശാശ്വതമായ ദൈവിക പ്രവർത്തനങ്ങൾ സ്ഥാനം നൽകേണ്ടത് നമ്മുടെ കടമയാണ്. നാം ദൈവത്തിൻ്റെ മന്ദിരമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. 1 കൊറിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യം. 1 Corinthians chapter 6 verse 19. Do you not know that your body is the temple of the Holy Spirit within you,
ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. നമ്മുടെ ഉള്ളങ്ങൾ ക്രിസ്തുവിന് വാസയോഗ്യമാണോ? ഇന്ന് നമ്മുടെ എല്ലാ ആലയങ്ങളുടെ അകത്ത്, പള്ളികളുടെ അകത്ത്, പ്രാർത്ഥനാ ആലയങ്ങളുടെ അകത്ത് കച്ചവടമൊന്നും നടക്കുന്നില്ല. എന്നാൽ കച്ചവടം നടക്കുന്നുണ്ട്. എങ്ങനെ? ആലയത്തിന്റെ അകത്ത് വരുന്നവരുടെ അകത്ത് ധാരാളമായി കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആരടിച്ച് പുറത്താക്കും? സഹോദര സഹോദരി, അത് നിന്റെ ജോലിയാണ്. അതിന് ബലം തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഉള്ളങ്ങൾ ക്രിസ്തുവിനിൽ വാസയോഗ്യമാണോ? ക്രിസ്തുവിന്റെ സവിശേഷതകൾ നമ്മിലും പ്രതിഫലിക്കണം. നാം സ്വയം ശൂന്യമായാലേ ദൈവത്തിന് നമ്മിൽ വസിക്കുവാൻ സാധിക്കൂ. ദൈവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞതാകും. സ്നേഹം, കരുതൽ, സഹായം, ശുശ്രൂഷ, ഇവയൊക്കെ നാം മുൻതൂക്കം കൊടുക്കേണ്ടതാണ്. ദൈവഭക്തനായി ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധന്റെ കല്ലറയ്ക്കൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: വാസം മണ്ണിനടിയിലും സമ്പാദ്യം സ്വർഗത്തിലും. ഇതായിരിക്കണം നമ്മുടെയും അനുഭവം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിലുപരി അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. നാം രക്ഷിക്കപ്പെടുന്ന നിമിഷമാണ് നാം ജീവിക്കുവാൻ ആരംഭിക്കുന്നത് എന്ന് ഓർക്കുക. നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവിടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കും, കാത്തു പരിപാലിക്കും. ദൈവം തന്ന ഈ ആലയം പരിശുദ്ധിയോടെ നമുക്ക് സൂക്ഷിക്കാം. ഈ ചിന്തകളാൽ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു പ്രിയനായ കർത്താവേ. അവിടുന്ന് ദൈവപുത്രനാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉള്ളങ്ങൾ അവിടുത്തേക്ക് വാസയോഗ്യമായി തീർക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏകണമേ. ഇന്ന് തിരുവചനം ശ്രദ്ധിച്ച കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ അവിടുത്തെ പ്രാർത്ഥനാ ആലയമായി വീണ്ടും വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സഭാവ്യത്യാസമന്യേ സ്തോത്രം. വചനമനുസരിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെ അകത്തു നിന്നും പുറത്തു നിന്നും ഇല്ലായ്മ ചെയ്യുവാനായി ദുഷ്ടൻ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളും ഹല്ലേലൂയ മുൻകൂട്ടിൽ കണ്ടുകൊണ്ട് അതിനെ തടയുവാനുള്ള അതിനുള്ള ശക്തി അവിടുന്ന് തരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ഫോഴ്സസിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചന കേട്ട് ശത്രുവിൻ്റെ എല്ലാ കൂരമ്പുകളെയും തടുക്കുവാനുള്ള ശക്തി ഞങ്ങളുടെ മാതൃരാജ്യത്തിന് തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോ സംസ്ഥാനങ്ങളെയും സമർപ്പിക്കുന്നു. വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ സ്തോത്രം. സഹജീവിയോട് സഹതാപം കൂടി വരുവാനും ഓരോ മക്കളെയും ബിസിനസ്സുകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ തന്നിരിക്കുന്ന കുടുംബത്തിനായി സ്തോത്രം. ആ കുടുംബത്തിനാവശ്യമായ ഭൗതിക നന്മകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ തുരുത്തിയെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സുകളെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. തോട്ടങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ പരിശുദ്ധ രക്തം പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദുഷ്ടൻ്റെ കൂരമ്പുകളിൽ നിന്ന് മക്കളെ കവർ ചെയ്യണമേ. അവിടുത്തെ ജ്ഞാനത്താലും കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഓ സ്തോത്രം. പെരുകി വരുന്ന എല്ലാ മയക്കുമരുന്നിൻ്റെയും പ്രവർത്തനങ്ങളും ഞങ്ങളുടെ മക്കളുടെ ജീവിത മണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറി അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി ജീവിക്കാൻ കൃപ ചെയ്യണം. ഓ സ്തുതിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടി കർത്താവേ, അവിടുന്ന് തന്ന ഈ ജീവിതത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
കോടി തൻ ദൂത സൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. കോടാക്കോടി തൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മശിഹാ.